ഒരു ഫിലിം മേക്കറിൻ്റെ തലയിലിരിക്കുന്ന 2046 നമ്മൾ പോയി നിന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് റെഫറൻസുകളോ അയാൾ അന്ന് ഇങ്ങനെ പെരുമാറിയേക്കാം എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലല്ലോ കയ്യിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രീഡം ഉണ്ട്. അതേ സമയത്ത് തന്നെ ഫിലിം മേക്കറിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫാൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് പറയുന്ന സ്പേസ്, ഇങ്ങനത്തെ എല്ലാ സ്പേസിനെയും സർക്കാസ്റ്റിക്കലി കൃഷാന്ത് കൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര നല്ലതാണ്, നല്ലത് മാത്രം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണിനെ സംബന്ധിച്ച് കള്ളനാണ്. പെട്ടെന്നുള്ള ഒരു കേൾവിയിൽ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഇത് ശരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റോളല്ലേ? കഥ തന്നെ. മമ്മൂക്ക പറയുന്നു ഇത് ബോൺ ടാലൻ്റ് അല്ല. എനിക്കൊന്ന് ശ്രദ്ധയോടെ ഇൻ്റലിജൻസോട് കൂടിയൊക്കെ ഈ ക്രാഫ്റ്റിനെ എല്ലാ സമയത്തും ഡിഗ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ക്രാഫ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ RDX കഴിഞ്ഞിട്ട് കുറേ വില്ലൻ സ്പേസിലേക്കൊക്കെ വിളിക്കുമ്പോൾ അത്ര ഭയങ്കര രസമുള്ള റൈറ്റിംഗ് ഉള്ള സോളിഡായിട്ടുള്ളൊരു വില്ലൻ വന്നാൽ ഞാൻ ഇനിയും ചെയ്യും. അപ്പോൾ RDX കഴിഞ്ഞ് ഇനി ഇപ്പം ഞാൻ വില്ലൻ ചെയ്യുന്നില്ല, എൻ്റെ വേറൊരു പരിപാടി ആളുകൾ കാണട്ടെ എന്ന് പറയുന്ന സിനാരിയോയിൽ നിന്നതേ അല്ല. അതെ, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഒരു മോശം പടമാണ്, പക്ഷേ ഇയാൾ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡയറക്ടർ ഈ ഏരിയ നന്നായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാനൊരു ക്യാരക്ടർ എടുത്തു, അതിൽ ഭയങ്കര ഡീപ്ലി എനിക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാമോ അത് ഞാൻ ചെയ്തു. ഞാൻ അവിടെ പോയി പ്ലേ ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണൽ അല്ല. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം കൊണ്ട് മുന്നേറുന്ന മസ്തിഷ്ക മരണം സിനിമയുടെ വിശേഷങ്ങളുമായി വിഷ്ണു അഗസ്തിയും ആൻസലീമും. വെൽക്കം. താങ്ക് യു. ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് 2046 കൊച്ചി, ആ കൊച്ചിയുടെ ആ ഒരു വേൾഡ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയവും ത്രില്ലും തോന്നും, അതേസമയം ചെറിയ പേടിയും തോന്നി. നമ്മളുടെയൊക്കെ ഭാവി ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചുണ്ടല്ലോ. ഈ സിനിമയുടെ ഒരു വേൾഡ് കാണുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ എഫക്ട്സും ഗ്രാഫിക്സും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസൊക്കെ കാണുമ്പം പ്രേക്ഷകർക്ക് ആ കാഴ്ചയിൽ തോന്നുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സെയിം ഫീല് തന്നെയാണോ നിങ്ങൾക്ക് ആ ഒരു ആക്ടേഴ്സ് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് പെർഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? അതെങ്ങനെയായിരിക്കും? ഭയങ്കര രസമായിരുന്നു ലൊക്കേഷനിൽ ഇവരുടെ പെർഫോമൻസ് കാണാനും. ഒരു ചെറിയ തിയേറ്റർ പ്ലേ പോലെ തോന്നിയിരുന്നു ഈ കോട്ട് സീനൊക്കെ. ഞങ്ങൾക്ക് ഇങ്ങനെ കാണണല്ലോ, അല്ല നമ്മൾ ഈ കാണുന്ന ഗ്രാഫിക്സും വിഷ്വൽ എഫക്ട്സ് ഒന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പൊ ഇറ്റ് വാസ് എ ഡിഫറെന്റ് ട്രീറ്റ്. വിഷ്വലി കണ്ടപ്പം വേറെ തന്നെ ആയിരുന്നു. വി ഹാഡ് സോ മച്ച് ഫൺ ഷൂട്ടിന്റെ സമയത്ത്. പക്ഷെ ഈ ഗ്രാഫിക് ഇതൊക്കെ VFX ഒക്കെ വന്നിട്ട് കണ്ടപ്പം വേറത്തെ ഒരു മാജിക് ആയിരുന്നു. വിഷ്ണുവിന് എന്തായിരുന്നു? എനിക്കെന്താ വെച്ചാൽ നമുക്ക് ആക്ടേഴ്സ് എന്ന രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, നമുക്ക് വരുന്ന വേഷങ്ങളെന്ന് പറയുന്നത് നമുക്ക് അത് ഇങ്ങനൊരു കഥയുണ്ട്, ഇയാൾ ഇങ്ങനത്തെ ഒരാളാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഈ പരിസരത്തൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നോക്കാനോ അങ്ങനെയൊക്കെ ശ്രമിക്കും ഈ ക്യാരക്ടർ കിട്ടുന്നത്. ഇത് ഒരു ഫിലിം മേക്കറിൻ്റെ തലയിലിരിക്കുന്ന 2046 നമ്മൾ പോയി നിന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് റെഫറൻസുകളോ അയാൾ അന്ന് ഇങ്ങനെ പെരുമാറിയേക്കാം എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലല്ലോ കയ്യിൽ. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഫ്രീഡം ഉണ്ട്. അതേ സമയത്ത് തന്നെ ഫിലിം മേക്കറിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഒരു ലോയറെ പ്ലേ ചെയ്യാൻ കിട്ടുമ്പോഴത്തേക്ക് ജഡ്ജിയെ മച്ചാനെ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പ്ലേ ചെയ്യുമ്പോൾ ഉള്ള, ഞാൻ പറയുന്നത് വെച്ചാൽ വേറെ അപ്പാർട്ട് ഫ്രം ബാക്കിയുള്ള ഇതിൻ്റെ എന്താ പറയുന്നത് സോഷ്യൽ കണ്ടീഷൻസോ അതിൻ്റെ ബാക്കിയുള്ള സ്പേസോ ഒന്നും അല്ലാതെ പറയുന്നത് ഒരു ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളുടെ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ക്രേസി ആയിട്ട് തോന്നി. ഫണ്ണായിരുന്നു. പിന്നെ ഞാൻ ആ ഫിലിം മേക്കറിൻ്റെ കൂടെ മൂന്നാമത്തെ ഇതിലാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിടയിലെ ട്രസ്റ്റോ അല്ലെങ്കിൽ നമുക്കിടയിലെ ആ വോംത്തോ അല്ലെങ്കിൽ അവിടുത്തെ ഡൈനാമിക്സോ ഒക്കെ ഭയങ്കര സൂപ്പർ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സംഘർഷക്കടലിലാണെങ്കിൽ ആ വേൾഡിൽ തന്നെ നിന്നാണ് പെർഫോം ചെയ്യുന്നത്, ആ റോ വേൾഡിൽ തന്നെ. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു ഗ്രീൻ സ്പേസ് ആയിരിക്കും നിങ്ങളുടെ ചുറ്റിനും ഉള്ളത്, ഒരു ഗ്രീൻ സ്പേസിൽ നിന്നായിരിക്കും നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ സ്വയം ഡിസ്കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ബേസിക്കലി അതിലെ കോട്ട് സീനിൽ വളരെ കുറച്ചായിട്ടുള്ള പിന്നെ VFX സ്പേസുകളെ വന്നിട്ടുള്ളൂ. കാരണം അതിൻ്റെ സെറ്റ് ഡിസൈനിൽ തന്നെ നമുക്ക് ഈ ഹോൾ വേൾഡിൽ അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ പുറകിൽ LED വോളും അതിൽ ആഡ്സും ഒക്കെ ഞങ്ങൾക്ക് കാണാമായിരുന്നു. മനസ്സിലായി? അതായത് അതിൻ്റെ ഇടയിൽ ചില വരുന്ന ടെക്സ്റ്റുകൾ, ബാക്കിയുള്ള ചില കളറിങ്, ചില സ്പേസുകളൊക്കെ
നമുക്ക് അന്ന് നമ്മുടെ പെർഫോം ചെയ്യുമ്പോൾ വിസിബിളി നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കുറവാണ്. ഡ്രസ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതെ അതെ, ലുക്ക് ആണെങ്കിലും പ്രത്യേകിച്ച് ആൻഡ് ലുക്ക്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് അത് വെപ്പ് മുടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് എന്നോട് പറഞ്ഞത് ഷേവ് ചെയ്താണെന്ന് റോളിന് വേണ്ടി. ഇപ്പുറത്തോട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ഇങ്ങനെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇരിക്കും. പോകാൻ നേരത്ത് മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ മുടി ഇടും, എന്നിട്ട് വിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ ദിവ്യപ്രഭയുടെയും ക്യാരക്ടേഴ്സ് ഡോണും ഡെസ്റ്റിമോണയും എനിക്ക് തോന്നുന്നു ഇൻ്റർവെൽ ബ്ലോക്കിന് ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ മാത്രമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും കട്ടക്കുള്ള പെർഫോമൻസ് സിനിമ എലിവേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പാർട്ട് വഹിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സാധാരണ സിനിമ കാണുമ്പോൾ വക്കീലന്മാർ തമ്മിലുള്ള വാഗ്വാദം ഉണ്ടല്ലോ, പക്ഷേ 2046 എത്തുമ്പോൾ ആ ലോകത്തെത്തുമ്പോൾ വക്കീലന്മാരുടെ വാഗ്വാദത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും ഒരു ഫണ്ണും ഞാനിങ്ങനെ അതിൻ്റെ ഒരു സീൻ കോറിയോഗ്രാഫി നിങ്ങൾ തമ്മിൽ എങ്ങനെ പരസ്പരം ചിരിക്കാതെ എങ്ങനെയാണ് അത് പെർഫോം ചെയ്തത് എന്നുള്ള പരസ്പരം ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു DP ആയിട്ട് അഭിനയിക്കുമ്പോൾ ഇതിൽ ഞാൻ റിഹേഴ്സലുകളിൽ അല്ലെ അതിനു മുമ്പ് പറഞ്ഞു നോക്കുക, അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഐ മീൻ എനിക്കിഷ്ടമാണ്. അപ്പം എനിക്ക് അങ്ങനെ കൂടെ കോ ആക്ടേഴ്സിന് കിട്ടുന്നതും എനിക്ക് ഭയങ്കര അതായത് കൂടുതൽ കണക്ഷൻ തോന്നും അവരോട്. അപ്പോൾ DP എനിക്ക് തോന്നുന്നു DP ഈ കോട്ട് സീൻ്റെ ഒക്കെ തലേന്ന് വന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ. അപ്പോൾ DP റിഹേഴ്സലുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ദിവ്യപ്രഭയും റിഹേഴ്സലുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കി നമുക്കിത് പലതും ഉറപ്പിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ട് സീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് തരം കറക്ഷൻസ് ഇല്ലായിരുന്നു. ഞങ്ങൾ റിഹേഴ്സ് ചെയ്ത് തലേന്ന് കൃഷാന്തിനെ കാണിക്കും, ഇത് വെക്കണോ അല്ലെ ഇത് ഭയങ്കര ഇങ്ങനെ ഒരെണ്ണം ആഡ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കാവുന്ന സ്പേസ് നമ്മൾ ഷൂട്ടിന് മുമ്പ് ഫിലിം മേക്കറുമായിട്ട് നമുക്ക് കിട്ടി. അപ്പം അതുകൊണ്ട് വയൽ ഷൂട്ടിൽ വലിയ അരി പറക്കില്ല അല്ലേ, ഇല്ലെങ്കിൽ അരി പറക്കേണ്ടതാണ്. അല്ല ഒരു പരസ്പരം ഒരു കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലും എന്താ വെച്ചാൽ നമുക്ക് വേറെ ഏത് ക്രാഫ്റ്റിലും അല്ല ഏത് പരിപാടിയിലും നമുക്കിത് ബോക്സിങ്ങോ എന്താ പറയുന്നത് റെസ്ലിങ്ങോ ഒന്നും അല്ലല്ലോ. കാരണം നിങ്ങൾ കഥാപാത്രം ഒരു കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും. ആനിന്റെ കഥാപാത്രം അത് ഓർമ്മകൾ മായ്ക്കാനായിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പോയി. ശരിക്കും സത്യം പറഞ്ഞ് ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കിത് കേട്ടപ്പം അത് കണ്ടപ്പോൾ തോന്നിപ്പോയി. നമുക്കിഷ്ടമല്ലാത്ത ഓർമ്മകൾ ഡിലീറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതുണ്ടല്ലോ. മാത്രമല്ല ഫിർദ സോമൻ എന്ന രജിഷയുടെ കഥാപാത്രത്തോട് തോന്നുന്നു ഒരു ലെസ്റ്റ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു കേൾവിയിൽ വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ഇത് ശരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റോളല്ലേ? കഥ തന്നെ അതെ, ഈ പറഞ്ഞ ഒരു നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തുള്ള കഥയാണ്. പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. ഇപ്പോൾ ഡിലീറ്റിംഗ് മെമ്മറീസ് ഞാൻ വേറെ ബ്ലാക്ക് മിറർ അങ്ങനെ കുറച്ച് വർക്ക്സിലൊക്കെ അങ്ങനത്തെ റെഫറൻസസ് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കഥകളൊക്കെ. പക്ഷെ ഈ പറയുന്ന പോലെ ഇതെങ്ങനെ അഭിനയിക്കും നമുക്കത് ആ ഫീലിംഗ് ഇല്ല. പക്ഷേ അതിനെപ്പറ്റി സംസാരിക്കണം, അതിനെപ്പറ്റി. അപ്പം പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ പലപ്പോഴും ഈ വിഷ്ണുവിൻ്റെ റോളുകൾ കുറച്ചൊരു മസ്കുലിൻ റോളുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇൻസോംനിയ നൈസ് ആണെങ്കിലും അതിനകത്ത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്ന് വെച്ചാൽ ഹ്യൂമർ എലമെൻ്റ് ഉണ്ട്. അതിനകത്ത് വിഷ്ണുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു തുണ്ട് കണ്ടെങ്കിലും നീയൊക്കെ കേസ് കളിക്കണമെന്നുള്ളത്. ആ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ തിയേറ്ററിൽ ഭയങ്കര ചിരിയും കയ്യടിയൊക്കെ ആയിരുന്നു. അപ്പം ഈ കഥാപാത്രങ്ങളിലെ ഈ ഹ്യൂമർ എലമെൻറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ വളരെ അനായാസമായിട്ട് അതിങ്ങനെ കാണിക്കുക എന്നുള്ളത്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഒരു യാതൊരുവിധ മുറുക്കോ ഇല്ലാതെ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. അത് എങ്ങനെയാണ്? കാരണം ഒരു ആക്ട് ലാബിലൊക്കെ വർക്ക്ഷോപ്പിന് പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഗുണം ചെയ്തിട്ടുണ്ടോ? കൂടെ വർക്ക് ചെയ്ത ആക്ടേഴ്സ്, ആക്ടർ ട്രെയിനേഴ്സ്, പിന്നെ ഫിലിം മേക്കേഴ്സ്, ഇവരിൽ നിന്നെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം നമ്മൾ ചെയ്യുമ്പം അറിഞ്ഞോ അറിയാതെ ഒക്കെ എന്താ പറയുന്നത് ഗുണപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഹ്യൂമർ ഇതിലൊരു പരിപാടിയിൽ ഓക്കെ ഇവിടെ ഇങ്ങനെ ചിരിക്കണം, അപ്പോൾ ഞാൻ ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇയാൾ ഇങ്ങനെ പറയും, അതിനൊരു റീസൺ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ അങ്ങ് പറഞ്ഞോളും. എന്നിട്ട് ഫിലിം മേക്കർ തീരുമാനിച്ചോളും, എടോ അത് ലാൻഡായില്ല അല്ലെങ്കിൽ ലാൻഡായി. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാം ഡിസൈഡ് ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ പാളിപ്പോയേനെ. മറ്റാൾക്കാരൊക്കെ ഇതിൽ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ പേരിലും അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇത് രക്ഷപ്പെട്ടങ്ങ് പോകും.
ഇപ്പോൾ കൃഷാന്തിന് ഇന്റർവ്യൂ ചെയ്തപ്പം കൃഷാന്ത് പറഞ്ഞായിരുന്നു ഈ ക്യാരക്ടറിനെ ഡിസ്കവർ ചെയ്യേണ്ട ജോലി അത് ആക്ടേഴ്സ് ചെയ്യേണ്ടതാണ്. അത് സംവിധായകർക്ക് അവരുടേതായിട്ടുള്ള ഇൻപുട്സ് കൊടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ സ്വയം ഡിസ്കവർ ചെയ്തത്? ഞാൻ കൃഷാന്തിനോട് എപ്പോഴും ഇതാക്കിയെന്ന് എനിക്ക് ഡോണിനെ പറ്റി മനസ്സിലായ ഒറ്റ കാര്യമുള്ളൂ. ഡോണിൻ്റെ ഒരു ബേസിക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരിലും ബാഡുണ്ട്. അതിൽ ചെറിയ ബാഡ് ചെയ്യുന്നവരെ ഞാൻ രക്ഷപ്പെടുത്തു. ലോകത്തെ എല്ലാ ആൾക്കാരും ഈ പറയുന്ന ഭയങ്കര വെളുത്ത എന്താ പറയുന്നത് എല്ലാ വൈറ്റ് അങ്ങനെയൊക്കെ പറയുന്ന സ്പേസിൽ വിശ്വസിക്കാത്ത ഒരാൾ, മനസ്സിലായോ? അതായത് ഇതിൽ കുറേ ഡാർക്കും കുറേ പരിപാടികളുണ്ട്, എല്ലാവരും തൂത്തുകൂട്ടി കാർപ്പറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചേക്കാണ്, ഡാർക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഡാർക്ക് സ്പേസ് ഉള്ളത് അഡ്രസ്സ് ചെയ്ത് തന്നെ പോകാൻ താല്പര്യമുള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും ആ കൂസലേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾ ഭയങ്കര നല്ലതാണ്, നല്ലത് മാത്രം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണിനെ സംബന്ധിച്ച് കള്ളനാണ്, ഫേക്കാണ്, കള്ളനാണ് എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായവർക്ക് സ്വയം തോന്നുന്നൊരു സാധനവും ആൾക്കാരോട് തോന്നുന്നൊരു സാധനത്തിലൊക്കെ ഒരു ഗർവം ഉണ്ടാവും. നമ്മളെ അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ അതാണെന്ന് തോന്നുന്നു ഡോണിലുള്ള. അപ്പം ഇങ്ങനത്തെയൊക്കെ പരിസരം പറയുമ്പോൾ ആടോ അതാ കാരണം ആ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാത്തിലും എന്ന് പറയും. എൻ്റെ കഥാപാത്രത്തിൽ ഇപ്പം ഫ്രെഡയോട് തോന്നുന്ന ആ ഒരു ലെസ്റ്റ് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷാന്ത് ബ്രീഫ് ചെയ്ത് തന്നപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? കൃഷാന്ത് ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റിമേറ്റ് കോർഡിനേറ്റർ ആയിട്ട്. ഭയങ്കര ഫണ്ണായിരുന്നു. ലൈക്ക് ഓരോരോ ആൾക്കാർ മേലെ പോകും, സെയിം ജാക്കറ്റ് സെയിം തിങ്, ഇങ്ങനെ ഓരോരോ ആൾക്കാർ മാറുകയാണല്ലോ സെയിം അന്ന് ആൾക്കാരുണ്ട്. സോ എവറിത്തിങ് ഫെൽറ്റ് വെരി കംഫർട്ടബിൾ ആൻഡ് നൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആനിന് പ്ലേ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ടോപ്പ് ബോയ് സ്പേസിൽ ഇപ്പം കറണ്ട്ലി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക ക്രേസി ആയിട്ടുള്ള എല്ലാ ചോയ്സും എടുത്ത് ഭയങ്കര ഇതായിട്ട് പോകുന്ന എനിക്കൊന്ന് 2046 ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് ആലോചിക്കുന്ന ഒരാളായിരിക്കും. കാരണം എന്താ പറയുക അതിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ മദർഹുഡ് ഉണ്ട്, പ്ലേ ചെയ്യാനുണ്ട്, ഇങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഐ മീൻ ഒരു 4 സ്ഥലങ്ങളുണ്ടെങ്കിൽ 4 വിമൻഹുഡിൻ്റെ തന്നെ 4 സ്പേസാണ് പ്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഇയാൾ അടിപൊളിയായിട്ട് ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ ഒരു ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില ആക്ടേഴ്സ് പറയാറുണ്ട് ഞാൻ ഡയറക്ടേഴ്സ് ആക്ടറാണെന്ന് പറയാറുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇടപെടലും അവരുടെ ഒരു ഇൻസ്ട്രക്ഷനും കറക്റ്റ് ആണെങ്കിൽ അവർക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ വിഷ്ണുവിൻ്റെ ഒരു ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ എല്ലാ സിനിമയിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വിഷ്ണു പ്ലേ ചെയ്യുന്ന റോള് നല്ല വൃത്തിക്ക് മനോഹരമായിട്ട് പ്ലേ ചെയ്യും. അപ്പോൾ സിനിമ മോശമാണെങ്കിലും വിഷ്ണുവിൻ്റെ റോള് പക്കാ നീറ്റായിട്ട് ചെയ്യും. അപ്പോൾ വിഷ്ണുവിന് പെർഫോം ചെയ്യുന്നതിന് ഇതേപോലെ ഡയറക്ടറിൻ്റെ ഒരു ഇടപെടൽ വലിയ രീതിയിൽ ആവശ്യമായി തോന്നിയിട്ടില്ലല്ലേ? അല്ല, എനിക്ക് ഭയങ്കര രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഒരു മോശം പടമാണ്, പക്ഷേ ഇയാൾ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡയറക്ടർ ഈ ഏരിയ നന്നായിട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ അതല്ലാതെ അതായത് നമുക്ക് ഒരു കോണ്ടെക്സ്റ്റും പ്ലേ ചെയ്യാനുള്ളൊരു ഇടവും അവിടുത്തെ അഭിനയിക്കുന്നതിൻ്റെ തോതും നിശ്ചയിക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലാബറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അല്ല ഇങ്ങനെ ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആലോചിച്ചോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ ആ ഏരിയയിലേക്ക് പോകാറുള്ളൂ. ഞാൻ ഉറപ്പായിട്ട് നേരത്തെ ചോദിക്കാറുണ്ട്, ഈ പരിസരങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമോ, നിങ്ങളുടെ മനസ്സിൽ അതുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകാറുമില്ല. അല്ല, അങ്ങനെ ചിന്തിച്ച് എക്സ്പ്ലോർ ചെയ്തൊരു കഥാപാത്രം ഏതാണ് വിഷ്ണു ചെയ്തതിൽ? ഞാൻ എല്ലാത്തിലും പിന്നെ ഫിലിം മേക്കറോട് ചോദിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ഓരോന്നിനും ഓരോ ഇതായിരിക്കും. ഇപ്പോൾ 1001 ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആ ടീമിൻ്റെ കൂടെ മെർജായതിൻ്റെയും അതിലെല്ലാ ആക്ടേഴ്സും പുതിയ ആയതിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ 10 ദിവസം വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് പെർഫോം ചെയ്ത് ഫെയിലായി അങ്ങനെ വരുന്നൊരു സൗഹൃദം ഇല്ലേ, ആ ടോട്ടൽ അഭിനയിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടുകാരാണ്, എന്നിട്ട് കൂട്ടുകാരായിട്ട് അഭിനയിക്കണം. കൃഷാന്തിൻ്റെ സ്പേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡെമോക്രാറ്റിക് സ്പേസാണ്. എല്ലാവർക്കും ഇപ്പം ഒരു ഡയലോഗ് പറയാൻ വരുന്ന ആൾക്ക് പ്രോപ്പർലി ഡയറക്ടർ തന്നെ പോയി നിന്ന് ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യിക്കും.
അപ്പം വലിയ ക്യാരക്ടേഴ്സിന് കൂടുതൽ ശ്രദ്ധ, ചെറിയ ക്യാരക്ടേഴ്സിന് അത്ര ശ്രദ്ധ വേണ്ട എന്ന് പറയുന്നൊരു സ്പേസ് കൃഷാന്തിൻ്റെ ഇതിലില്ല. ഇപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതല്ല. വില്ലൻ കഥാപാത്രമുണ്ട്, ഹ്യൂമറുണ്ട്, അതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമുണ്ട്, പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഒരു വില്ലൻ റോള് ക്ലിക്കാകുമ്പോൾ, ഇപ്പോൾ RDXലെ വില്ലൻ റോള് ക്ലിക്കായപ്പോൾ ഞാൻ കരുതിയത് ഇനി ചെയ്യുന്ന എല്ലാം വില്ലൻ റോളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പല ലെയേഴ്സിലുള്ള വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് പർപ്പസ്ഫുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നതാണോ? നമുക്ക് അത്രയും ചൂസ് ചെയ്യാനുള്ള ഒരുപാട് ചോയ്സുകളൊന്നും ഇല്ല. അപ്പോഴ് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ RDX കഴിഞ്ഞിട്ട് കുറേ വില്ലൻ സ്പേസിലേക്കൊക്കെ വിളിക്കുമ്പോൾ അത്ര ഭയങ്കര രസമുള്ള റൈറ്റിംഗ് ഉള്ള സോളിഡ് ആയിട്ടുള്ള ഒരു വില്ലൻ വന്നാൽ ഞാൻ ഇനിയും ചെയ്യും. അപ്പൊ RDX കഴിഞ്ഞ് ഇനി ഇപ്പൊ ഞാൻ വില്ലൻ ചെയ്യുന്നില്ല, എന്റെ വേറൊരു പരിപാടി ആളുകൾ കാണട്ടെ എന്ന് പറയുന്ന സിനാരിയോയിൽ നിന്നതേ അല്ല. വീണ്ടും നല്ലൊരു വില്ലൻ നമുക്ക് റൈറ്റിങ്ങിലും ബാക്കിയുള്ള സ്പേസിലും ഒക്കെ നമുക്ക് ഏറ്റവും ഫ്രീഡം ഉള്ള സ്പേസാണ് വില്ലൻ സ്പേസ്. എന്താ പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ട, ഏതെങ്കിലും തരത്തില് അനുകരിക്കപ്പെടുന്ന ഒരു സ്പേസിലേക്ക് ഒന്നും പോകണ്ട. ഒരാളുടെ മനസ്സിൽ അയാൾ ആ സമയത്ത് അയാളുടെ ഡാർക്ക്നെസ് എന്താണോ അത് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ആ ഡാർക്ക്നെസ് കാണുന്നതുകൊണ്ടാണല്ലോ നമുക്ക് അവനെ അടിച്ചു കൊല്ലാൻ തോന്നുന്നത്, മനസ്സിലായോ? പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഡാർക്ക്നെസ് പ്ലേ ചെയ്യുമ്പോൾ ആകെയുള്ള ഇതിൽ കുറേ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു തന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ഒരു ശരി ഉണ്ടാക്കുക എന്നുള്ളത്. വില്ലൻ ചെയ്യുന്ന കാര്യം, വില്ലൻ ചെയ്യുന്ന എല്ലാ ആക്ഷനും നമുക്കൊരു ഭയങ്കര ട്രൂത്ത് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പം പല അഭിപ്രായങ്ങളും ഉണ്ടാവാം, പക്ഷെ അപ്പോൾ ആ ഫ്രീഡം കൂടുതൽ നമുക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയില്ല, നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചു ആൻഡ് ഇതിനകത്ത് രജിഷ വിജയന്റെ ഒരു കഥാപാത്രത്തിനോട് ഒരു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഥാപാത്രത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കഥാപാത്രത്തിന് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ക്യാരക്ടറിൽ ഇന്നായാൽ ഔട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും. മീഡിയ, പിന്നെ ഫാൻസ്, അല്ലെങ്കിൽ ആക്ടേഴ്സ് പറയുന്ന സ്പേസ്, ഇങ്ങനത്തെ എല്ലാ സ്പേസിനെയും സർക്കാസ്റ്റിക്കലി കൃഷാന്ത് കൊട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കൊട്ടലിന്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറയും. അതായത് ചിലര് ഏതെങ്കിലും തരത്തില് ഭയങ്കരമായി മിസ്റ്റിഫൈ ചെയ്യും. ഇപ്പൊ എങ്ങനെ ഈ ക്യാരക്ടർ ചെയ്തു എന്ന് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 മാസം അതിൽ ഇങ്ങനെ നിന്ന് ഒരു 2 മാസം ഞാനത് വർക്ക് ചെയ്തു. പിന്നെ ഒരു 6 or 7 മാസം കഴിഞ്ഞു അതിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്നൊക്കെ ഞാൻ പറയാം വേണമെങ്കിൽ. എനിക്ക് മനസ്സിലായി, അങ്ങനെ ഉണ്ടായിട്ടില്ലേ പോലും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായവരുണ്ടാകാം. അങ്ങനെ ഉണ്ടായവരുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ വിജയരാഘവ് സാറിനോടൊക്കെ സംസാരിക്കുമ്പോൾ സാറ് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതിന് സയൻറ്റിഫിക്കലി അപ്രോച്ച് മറ്റേത് അൺപ്രൊഫഷണലാണ്. ഇപ്പം ഞാനൊരു ആക്ടറായിട്ട് ഞാനൊരു ക്യാരക്ടർ എടുത്തു, അതിൽ ഭയങ്കര ഡീപ്ലി എനിക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാമോ അത് ഞാൻ ചെയ്തു. ഞാൻ അവിടെ പോയി പ്ലേ ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണൽ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്ക് കൃത്യമായി അറിയാമല്ലോ. ഇപ്പൊ എന്താ പറയുക, ഒരാളെ കുത്തിക്കൊല്ലുന്ന സീൻ നിങ്ങൾക്ക് ഒറിജിനലി കുത്തിക്കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ഇതെല്ലാം ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുന്നത്, മറ്റേ ആ വാക്ക് തന്നെ പറയേണ്ടി വരും, മേക്ക് ബിലീഫ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പം ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് തിരിച്ചു വരികയും ഞാൻ എൻ്റെ കോ ആക്ടറോട് ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുകയും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയോ പാർട്ട്ണറോ അനിയനോ ഒക്കെ സംസാരിക്കുമ്പോൾ അയാളോടും ഇറിറ്റേറ്റഡ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലിക്ക് അത്ര മിടുക്കനല്ല. ഓവർ മിസ്റ്റിഫൈ ചെയ്ത് ഈ പ്രൊഫഷനെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനെയും കൊട്ടിയേക്കുന്നതാണ് അത് കൃഷാന്തിന്റെ ഈ ഒരു സർക്കാസം ഉണ്ടല്ലോ, എനിക്കൊന്ന് ആവാസവ്യൂഹം മുതൽ ഈ ഒരു സർക്കാസം സിനിമകളിൽ കൃഷാന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ കൃഷാന്തുമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇങ്ങനെ സർക്കാസ്റ്റിക്കലി ഒരു എലമെന്റ് കൃഷാന്ത് അതിനകത്ത് ഉൾപ്പെടുത്താൻ? അത് വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് കൃഷാന്ത് അവതരിപ്പിക്കുകയും ചെയ്യും, ആരെയും വേദനിപ്പിക്കാതെ തന്നെ, ആരെയും ഹേർട്ട് ചെയ്യാതെ കൃഷാന്ത് അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. അതൊരു പ്രത്യേക കഴിവാണല്ലോ. നമ്മളിപ്പോൾ ഒരാളെ കളിയാക്കുമ്പോൾ അയാൾക്ക് ഹേർട്ട് ചെയ്യുമ്പോഴാണ് അതൊരു പ്രശ്നമാകുന്നത്. പക്ഷേ കൃഷാന്തിൻ്റെ സിനിമകളിൽ കാണുന്ന സർക്കാസം ആർക്കൊരു
ഒരു വേദന വരത്തില്ല, അതിന് വളരെ ചിരിച്ചങ്ങ് അതിൻ്റെ ഒരു രസകരമായ രീതിയിൽ അങ്ങ് എടുക്കും. അപ്പോൾ നിങ്ങൾ അതിനെ കൃഷാന്തോട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സർക്കാസം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? നമുക്ക് വർക്കാവുന്ന തമാശകൾ, നമുക്ക് വർക്കാവുന്ന രീതികൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സർക്കാസ്റ്റിക് സ്പേസ് ഒക്കെ നമ്മുടെ സ്കൂൾ, കോളേജ്, നമ്മുടെ കൂടെ പഠിച്ചവർ, ഫ്രണ്ട്സ്, നമ്മളെ ട്രോൾ ചെയ്യവർ, നമുക്ക് തിരിച്ച് ട്രോളാൻ പറ്റിയവർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് പതുക്കെ നമുക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇതേ ലെൻസ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും സോഷ്യൽ കണ്ടീഷനിലോട്ടും വെക്കാൻ പറ്റും. നെഞ്ചിന്റെ നടുക്കെടുത്ത് ശ്രീനി സാറിനെ വെച്ചേക്കുന്നത് എന്തുകൊണ്ടാ? ശ്രീനിവാസ സാറിനെ, അദ്ദേഹത്തിന്റെ സിനിമകളെ വെച്ചേക്കുന്നത്, അതായത് ഏറ്റവും അടിപൊളിയായിട്ട് ഇവിടുത്തെ മനുഷ്യന്മാരുടെ അവസ്ഥകളിലെ എന്താ പറയുന്ന പോവർട്ടി, അതല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ബേസ് ചെയ്തുള്ള സ്പേസ്, പ്രൊപ്പഗാൻഡാസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെയൊക്കെ ശ്രീനി സാർ എങ്ങനെയാ കൊട്ടിയേക്കുന്നത്, എന്തൊരു ഭംഗിയായിട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആർട്ടിലൂടെ പറയാനുണ്ടെങ്കിലുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ കിട്ടാനും കൂടുതൽ ആളുകൾ ഒഫൻഡഡ് അല്ലാതെ ഈ കാര്യം അഡ്രസ്സ് ചെയ്യാനും പറ്റുന്ന ഒരേ ഒരു മാർഗം ഹ്യൂമറാണ്. മനസ്സിലായി? ബാക്കിയെല്ലാം നമ്മളോട് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒഫൻഡഡ് ആവുന്ന പോലെ ഒരു തമാശയിലൂടെ പറയുമ്പോൾ നമ്മൾ ഒഫൻഡഡ് ആവൂല. അത് തമാശ പറയുന്ന പോലെ ഇരിക്കും. അല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ അപ്പോൾ ഓരോരുത്തർക്കും ഒരു വിറ്റി സ്പേസ് ഉണ്ടല്ലോ, ഒരു ഹ്യൂമറിനോ സർക്കാസത്തിനോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പൊളിറ്റിക്കലി പോലും എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഹ്യൂമറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വണ്ടർ അടിച്ചു പോയത് ഈ ഒരു വേൾഡ് ഉണ്ടല്ലോ, 2046 നിയോ കൊച്ചി, സമ്പന്നരുടെ കൊച്ചിയുണ്ട്, പാവപ്പെട്ടവൻ്റെ കൊച്ചിയുണ്ട്. അപ്പോൾ ഈ സമ്പന്നരുടെ കൊച്ചിയും പാവപ്പെട്ടവൻ്റെ കൊച്ചിയും ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് കൃഷാന്ത് ബിൽഡ് ചെയ്തതെന്നുള്ളതുണ്ടല്ലോ. അത് ശരിക്കും ഞാൻ കൃഷാന്തിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, നമ്മൾ പടം കാണുന്നതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു, പക്ഷെ പടം കണ്ടതിന് ശേഷം ഞാൻ വണ്ടർ അടിച്ചു പോയി. ഈ ഒരു വേൾഡ്, അതായത് നമ്മൾ മലയാള സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമില്ല. ശരിക്കും മലയാള സിനിമയുടെ ഒരു നെക്സ്റ്റ് ലെവലാണ് നമ്മൾ ഈ സിനിമയിലൂടെ കണ്ടത്. അപ്പോൾ ഈ ഒരു വേൾഡ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ അത് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നോ? ഡയലോഗ്സിൽ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ. ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ കോർട്ട് സീനിൽ ഇയാൾ പിന്നെ ചേരിയിൽ താമസിക്കുന്ന ആളാണ്, ക്രൈം ചെയ്യാനുള്ള സാധ്യത 75% ഉണ്ട് എന്നൊക്കെ പറയുന്ന ഇതിൽ തന്നെ നമുക്ക് ആ റീഡിങ്ങിൽ തന്നെ നമുക്ക് ഇതിൽ ക്ലാസ് ഡിഫറൻസും ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാവും. പിന്നെ എല്ലാ സമയത്തും പുള്ളിയുടെ എല്ലാ വർക്കിലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതായത് ഡിവിഷൻസ് പുള്ളി പ്രോപ്പർലി കാണിക്കും, അതായത് ഇവിടെ ഉണ്ടെന്ന് എന്നുള്ള കാര്യം. ഇപ്പോൾ വിഷ്ണുവിൻ്റെ പല ഇൻ്റർവ്യൂസിലും വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് സിനിമകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, അത് എല്ലാ ആക്ടേഴ്സിൻ്റെയും ലൈഫിൽ മസ്റ്റായിട്ട് ആ ഒരു ഫേസ് കടന്നു പോയേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് ഡൗൺ ആയിരിക്കുമ്പോൾ മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എപ്പോഴും ഈ തേച്ചുമിനിക്കാണ് ഞാൻ ഇവിടം വരെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം വിഷ്ണു ആസ് ആൻ ആക്ടർ, ഇപ്പൊ വിഷ്ണു അഗസ്ത്യ എന്നൊരു ആക്ടറിനെ ഇപ്പൊ മലയാളി പ്രേക്ഷകർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. വിഷ്ണു ഇപ്പൊ പുറത്തു പോവുകയാണെങ്കിൽ എല്ലാവരും വിഷ്ണുവിനെ നോക്കും. അപ്പൊ തേച്ചുമിനിക്ക് വിഷ്ണു ഇപ്പോൾ കൈനിറയെ ഒരുപാട് സിനിമകളുണ്ട്. എങ്ങനെയായിരുന്നു വിഷ്ണുവിന്റെ ഈ തേച്ചുമിനിക്കൽ പ്രോസസ്? അല്ല, എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജേർണിയിൽ വിശ്വസിക്കാൻ ഭയങ്കര, അതായത് നമ്മൾ വലിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസും ഒക്കെ കാണുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ ഒരു സ്ഥലത്ത് ഇത്ര കാലങ്ങളായി കോൺസ്റ്റൻ്റ്ലി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക പറയുന്നു, ഇത് ബോൺ ടാലൻ്റ് അല്ല, ഇത് തേച്ച് മിനുക്കിയെടുത്തതാണ്, ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങെന്ന് പറയുന്ന സംഭവത്തിൽ എനിക്കൊന്ന് ശ്രദ്ധയോടെ ഇൻ്റലിജൻസോട് കൂടിയൊക്കെ ഈ ക്രാഫ്റ്റിനെ എല്ലാ സമയത്തും ഡിഗ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ക്രാഫ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. എങ്ങനെയാണത് ഡിഗ് ചെയ്യുന്നത്? ഫിഗർ ഇറ്റ് ഔട്ട് ഓൺ ദ വേ. അപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു എന്താ പറയുന്നത്, ഒരു മാസ്റ്റർ സ്പേസ് ഇല്ല, എല്ലാ സമയത്തും ഇതിനോടൊരു സ്റ്റുഡൻറ് ഫേസേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചു, ഓക്കെ, ഇനി ഏത് ലോയറുടെ ക്യാരക്ടർ വന്നാലും ഞാനങ്ങ് ചെയ്ത് കളയും എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഇനി വരുന്ന ലോയർ വേറെ ഏതോ ഒരു മനുഷ്യനാണ്, അയാളെ പ്ലേ ചെയ്ത് ആളുകളുടെ മുന്നിൽ വന്ന് അവർ
കൺവിൻസ്ഡ് ആയാലേ നമുക്ക് പറയാൻ പറ്റൂ അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിൽ അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ അൺസർട്ടനിറ്റി നിന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ മാസ്റ്ററായി അല്ല ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ശരിക്കും, ജെന്യുവിൻലി. അത് നമ്മുടെ ഹോൾ സിനാരിയോയിലെ എന്താ പറയുക അതിവിനയത്തിൻ്റെ പ്രസക്തി കൊണ്ടൊന്നുമല്ല, അല്ലാതെ നമ്മൾ ശരിക്കും അതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അൺസർട്ടനിറ്റി കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തുള്ള നമ്മുടെ മാക്സിമം ഉള്ള ആഞ്ഞു പിടിക്കുന്ന ഒരു ശരി അങ്ങ് ചെയ്യുക. അതിന് കൃത്യമായ ഇതൊരു ശരിയാന്ന് ഉറപ്പും അങ്ങനൊന്നുമില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി എങ്ങനെയാണ് ആൻ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം ആൻ ഇൻറ്റീരിയർ ഡിസൈനർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷനിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഇപ്പോൾ ആൻ ചെയ്ത ഈ കഥാപാത്രം ഉണ്ടല്ലോ, അത് ചെയ്യാൻ ഇൻഡസ്ട്രിയിൽ ചിലപ്പം 50 പേര് 60 പേര് കാണും. അപ്പോൾ അതിൽ നിന്നാണ് ആൻ സെലക്ട് ആയത്. അപ്പോൾ ഇത്രയും ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി നിൽക്കുന്നു, ഇതുപോലെ അൺസർട്ടനിറ്റി ഉണ്ട്. അതിനെങ്ങനെയാണ് ആൻ ടാക്കിൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ആൻ്റേതായിട്ടുള്ള രീതിയിൽ? ഇപ്പൊ പണ്ട് ഷോ ചെയ്ത സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചു ഇത് നമ്മളൊരു ഷോ ചെയ്തിരുന്നു ഞാൻ കാണാറുണ്ട്. നമ്മൾ സെറ്റായി എന്ന് വിചാരിക്കുന്ന പോയിന്റിന് അങ്ങനെ ജേണി തന്നെ മനസ്സിലായതാണ് ഈ ഒരു 8 വർഷം 8 വർഷമായി ഷോ കഴിഞ്ഞിട്ട്. അപ്പം അത് മെല്ലെ മെല്ലെ ആ ജേണിയിൽ മനസ്സിലാവുകയാണ്, ഓക്കെ നമ്മുടെ കൂടെയുള്ള ചിലർ രക്ഷപ്പെടുന്നു, ചിലർ രക്ഷപ്പെടുന്നില്ല, പക്ഷെ രണ്ടുപേരും ടാലൻ്റ് ആണ്. എൻ്റെ കാര്യം പോട്ടെ, അവർ ടാലൻ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പം ഐ നോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, ചിലത് മിസ്സാവുന്നു, ചില ഓഡിഷൻസ് കിട്ടുന്നില്ല, സെലക്ട് അങ്ങനെ. ഐ തിങ്ക് ഇറ്റ്സ് ദ ജേർണി. ആൻഡ് ഇപ്പം നമ്മളത് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. ഇതിൻ്റെ നേക്ക് കിട്ടി കുറച്ച്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പലരും ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം നടിമാരൊക്കെ കുറച്ച് സിനിമയിൽ അഭിനയിച്ച് കല്യാണം കഴിച്ച് സേഫായിട്ട് അങ്ങ് പോകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കല്യാണം കഴിച്ചിട്ട് ചിലർ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുന്നത്. എൻ്റെ ഉമ്മ പറയുന്നത് അഭിനയിക്കാൻ. അപ്പോൾ ആനിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടല്ലോ, അത് സിനിമയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീൽ, അതെന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം വാസ് സംതിങ് ലൈക്ക് not to depend on anyone or anything. അല്ല, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ജോലിക്ക് പോകണം എന്നുള്ളത് മസ്റ്റ് ആണല്ലോ. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് പോവാതിരിക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ ടു ബി കയ്യിൽ കാശുള്ളത് അല്ലേ അടിപൊളി. ഇതിപ്പോൾ എനിക്ക് തോന്നിയ വെച്ചാൽ ഈ തൊഴിലെടുക്കുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടുപേർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം മസ്റ്റാണ്. കാരണം പാലുകാരനും പത്രക്കാരനും ആർട്ട് കൊടുക്കാൻ പറ്റില്ല. മസ്തിഷ്ക മരണത്തിൽ ഡോണിന്റെ കുറച്ച് സ്ഥലങ്ങൾ പ്ലേ ചെയ്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലും നിൽക്കുമോ? ഇല്ല. അപ്പൊ ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ ഫ്രീഡം ഉറപ്പായും അച്ചീവ് ചെയ്യേണ്ട ഒന്നാണ്. അതായത് അതിൽ എത്ര ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അതായത് അതൊക്കെ നമ്മുടെ ലിവിങ് കോസ്റ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ പോലെ ഇരിക്കും. ബട്ട് സ്റ്റിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് ചിലവാക്കാനോ അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി പഠിക്കാനോ ഒക്കെ ഉള്ളൊരു സ്പേസിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുന്നത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. വളരെ ലളിതം. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. അതെ, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. മറ്റേ ഷാറുഖ് ഖാന്റെ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഫസ്റ്റ് ഗെറ്റ് റിച്ച് ആൻഡ് ദെൻ ഫിലോസഫി. കറക്റ്റ് ആണ്. പോയിരുന്നത്. അപ്പം ഏതായാലും ഈ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടുപേർക്കും കിട്ടട്ടെ. താങ്ക് യു. മസ്തിഷ്ക മരണം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.